സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസിഷൻ തിയറി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണം എന്താണ് ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. എ ഡിസിഷൻ ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏത് സെലക്ട് ചെയ്യണം അതിനെയാണ് നമ്മൾ ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഡിസിഷൻ ഏതൊക്കെ രീതിയിലാണ്? ഫോർ എക്സാമ്പിൾ, കൺസ്യൂമർ വാണ്ട് ടു ഡിസൈഡ് വാട്ട് പ്രൊഡക്റ്റ് ടു ബൈ, ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം. ഹയറിംഗ് കമ്മിറ്റി വാണ്ട് ടു ഡിസൈഡ് വാട്ട് കാൻഡിഡേറ്റ് ടു ബി അപ്പോയിൻറ്റഡ്, ഏത് കാൻഡിഡേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അതൊരു ഡിസിഷനാണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അവിടെ മുമ്പിലുണ്ടായിരിക്കും. അതിൽ ഏത് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഏത് കാൻഡിഡേറ്റിനെ അവർക്ക് സെലക്ട് ചെയ്യണം, അതൊരു ഡിസിഷനാണ്. An organization want to decide whether they want to start the business or not, or whether they want to expand their business or not. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടേ, അല്ലേ? സോ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഒരു ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറി ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഓർ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം എമംഗ് ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. സോ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഓൾട്ടർനേറ്റീവിലെ ബെസ്റ്റ് ഏതാണ് അത് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഡിസിഷൻ തിയറിയിൽ നമ്മൾ പറയുന്നത്. So decision theory helps in taking the best decision. അപ്പോൾ the best decision എങ്ങനെ എടുക്കാം അതാണ് നമുക്ക് ഡിസിഷൻ തിയറിയിൽ പറയണത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓർ കോമ്പണൻറ്റ്സ് ഓഫ് ഡിസിഷൻ പ്രോബ്ലംസ്. എ ഡിസിഷൻ പ്രോബ്ലം കൺസിസ്റ്റ് ഓഫ്, സോ ഒരു ഡിസിഷൻ പ്രോബ്ലം എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരിക? ദ ഷുഡ് ബി എ ഡിസിഷൻ മേക്കർ, ഒരു ഡിസിഷൻ മേക്കർ ഉണ്ടായിരിക്കും. ആക്ട്സ്, ഇവൻറ്റ്സ്, ഔട്ട്കം ആൻഡ് പേ ഓഫ്, ഇത്രയും കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം, ഹി ഈസ് ചാർജ്ഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മേക്കിംഗ് ഡിസിഷൻ. ആരാണോ ഡിസിഷൻ എടുക്കുന്നത് ആ വ്യക്തിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. ഹി ഹാസ് ടു സെലക്ട് വൺ ഫ്രം എ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. സോ ഒരുപാട് ആൾട്ടർനേറ്റീവ്ന്ന് ആൾക്ക് ഈ ഡിസിഷൻ മേക്കർ ഹി വാണ്ട് ടു സെലക്ട് വൺ. ഓക്കെ, സോ അതിനെയാണ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പോവാം. ആക്ട്സ് എന്താ, ഇവൻറ്റ് എന്താ, ഔട്ട്കം എന്താ, ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അംബർല എടുക്കുന്നുണ്ട്, അംബർല എടുക്കുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. സോ ഫസ്റ്റ് സിറ്റുവേഷൻ അംബർല എടുക്കുന്നുണ്ട്, സെക്കൻഡ് സിറ്റുവേഷനിൽ അംബർല എടുക്കുന്നില്ല. ഇനി ഇവിടെ വരുന്നത് മഴ പെയ്യുന്നുണ്ട്, നമ്മൾ അംബർല എടുത്തു, മഴ പെയ്തു, മഴ പെയ്യണില്ല. റെയിൻ, നോ റെയിൻ. ഓക്കെ, സോ ഇവിടെയും നമ്മൾ അതേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ അംബർല എടുത്തില്ല, മഴ പെയ്തു, മഴ പെയ്തില്ല. റെയിൻ, നോ റെയിൻ. ഇങ്ങനത്തെ സിറ്റുവേഷനാണ് വരുന്നത്. സോ ആക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആക്ട്സ് മീൻസ് acts are the alternative course of action that are available to the decision maker. സോ ഈ ഒരു സിറ്റുവേഷനിൽ ആക്ട്സ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കോഴ്സ് ആണ്. സോ അംബർല എടുക്കാം, അംബർല എടുക്കാതെ ഇരിക്കാം. സോ ഇതിനെയാണ് ഇവിടെ ആക്ട്സ് എന്ന് പറയുന്നത്. സോ ആക്ട്സ് ആർ ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ആർ അവൈലബിൾ ടു ദ ഡിസിഷൻ മേക്കർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവൻ്റ് ആണ്. ഇവൻ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. Events are the occurrence taking place outside the control of decision maker or agent. Decision makerന്റെ കൺട്രോളിലല്ല അത് നിൽക്കുന്നത്. Events are also known as state of nature. That is actual event that may occur in the future. So ഫ്യൂച്ചറിൽ അത് നടക്കും. ഇവിടെ ഡിസിഷൻ മേക്കർ അംബർല എടുക്കണോ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻ മേക്കറിൻ്റെ കൺട്രോളിലല്ല മഴ പെയ്യുന്നോ മഴ പെയ്യുന്നില്ലേ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ഇറ്റ്. സോ ഇതിനെയാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ ഇവൻ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ റിസൾട്ട്.
ഇതിനെയാണ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. സോ ആക്സ് അംബർല എടുത്തു, മഴ പെയ്തു, നനഞ്ഞില്ല. ആൻഡ് നീഡഡ് അംബർല ബർഡൻ. സോ അംബർല എടുക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. സോ നീഡഡ് ആണ്. അംബർല എടുത്തു, മഴ പെയ്തില്ല, നനഞ്ഞില്ല. ഔട്ട്കം എന്താ? നനഞ്ഞില്ല. ആൻഡ് അൺനീഡഡ് അംബർല ബർഡൻ. സോ ആവശ്യമില്ലാതെ നമ്മൾ അവിടെ അംബർല കൊണ്ടുപോയി ചുമന്ന് പിടിച്ചു. നെക്സ്റ്റ് സിറ്റുവേഷൻ നമുക്കവിടെ നോക്കാം. നോ അംബർല. ഇത് ആക്റ്റ് ആണ്, അംബർല എടുത്തില്ല. സോ ഇവൻറ്റ് റെയിൻ, അവിടെ മഴ പെയ്തു. സോ എന്താ സംഭവിക്കണേ? നനഞ്ഞു. കാരണം അംബർല എടുത്തില്ല, നനഞ്ഞു. ആൻഡ് നോ അംബർല ബർഡൻ. അംബർല എടുത്തില്ല, അംബർല ബർഡൻ ഇല്ല, ഇവിടെ നമ്മൾ നനഞ്ഞു. നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് നോ അംബർല ഈസ് ടേക്കൺ ആൻഡ് നോ റെയിൻ. സോ ഡ്രൈ ആണ്, നനഞ്ഞില്ല. ആൻഡ് നോ അംബർല ബർഡൻ. അംബർല ബർഡനും ഇല്ല. സോ ഇതിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് ഔട്ട്കം. ഇനി ഔട്ട്കം may be evaluated in terms of profit or cost or opportunity loss or utility. സോ ഔട്ട്കം നമ്മൾക്ക് പ്രോഫിറ്റിൻ്റെ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ യൂട്ടിലിറ്റി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് payoff. It is the monetary gain or loss of each outcome. ഓരോ ഔട്ട്കമിൻ്റെയും ലാഭം അല്ലെങ്കിൽ നഷ്ടത്തിനെയാണ് ഇവിടെ പേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോവാം. There are 3 types of environment in which decisions are made. 3 തരത്തിലാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഉള്ളത്. നമുക്ക് നോക്കാം. അണ്ടർ സർട്ടിനിറ്റി, അണ്ടർ അൺസർട്ടിനിറ്റി, അണ്ടർ റിസ്ക്. ഇങ്ങനെ 3 തരത്തിലാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ അണ്ടർ സർട്ടിനിറ്റി. സർട്ടിനിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്കം സർട്ടിൻ ആണ്, നമുക്കറിയാം. ദ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഈസ് അസ്യൂംഡ് നോൺ. സോ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓൾ ഇൻഫോർമേഷൻ ആർ അവൈലബിൾ. ഓൾ ഓൾസോ നോൺ ആസ്, that is under certainty, it is also known as deterministic decision. Next under uncertainty ആണ്. Under uncertainty there is no knowledge about the probability of state of nature of occurring. So uncertainty risk ഇത് നമ്മൾ interchangeably യൂസ് ചെയ്യാറുണ്ട് അല്ലേ? uncertainty or risk. എന്താ തമ്മിലുള്ള ഡിഫറൻസ്? ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഈസ് നോൺ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഈസ് നോട്ട് നോൺ, നമുക്കറിയില്ല. അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ഈസ് നോ നോളജ് അബൌട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒക്കറിങ്. സോ ഉണ്ടാവാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. And this method is applied when the result of various alternatives are not known to the decision maker. And under risk, there is some or there is knowledge about the probability of state of nature occurring. സോ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ആ പ്രോബബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് പോലും, അല്ലെങ്കിൽ ഒട്ടും ഇല്ല, ആ ഒരവസ്ഥയാണ് അണ്ടർ അൺസർട്ടിനിറ്റിയിൽ പറയുന്നത്. സോ നമുക്ക് പ്രോബ്ലം വരുന്നത് അണ്ടർ അൺസർട്ടിനിറ്റി ആൻഡ് അണ്ടർ റിസ്ക്. നിങ്ങൾക്ക് സിലബസിൽ കവർ ചെയ്യുന്നത് അണ്ടർ അൺസർട്ടിനിറ്റി ആൻഡ് അണ്ടർ റിസ്കിലാണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, അണ്ടർ അൺസർട്ടിനിറ്റി. സോ ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടിനിറ്റി. സോ ഇവിടെ 5 തരത്തിലാണ് ഞങ്ങൾക്ക് പ്രോബ്ലം ഉള്ളത്. ഫസ്റ്റ് വൺ മാക്സി മാക്സ് ക്രൈറ്റീരിയൻ, സെക്കൻഡ് വൺ മിനി മാക്സ് ക്രൈറ്റീരിയൻ, തേർഡ് വൺ മാക്സി മീൻ ക്രൈറ്റീരിയൻ, ഫോർത്ത് വൺ ലാപ്ലേസ് ക്രൈറ്റീരിയൻ, ഫിഫ്ത്ത് വൺ ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയൻ. സോ ഇങ്ങനെ 5 തരത്തിലാണ് ഞങ്ങൾക്ക് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോവാം.
സോ അതിനായിട്ട് മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഒരു പേ ഓഫ് ടേബിൾ ആൻഡ് എന്താണ് ഒരു റിഗ്രറ്റ് ടേബിൾ എന്ന് നിങ്ങൾക്ക് അറിയണം. സോ നമുക്ക് നോക്കാം പേ ഓഫ് ടേബിൾ എന്താണ്. പേ ഓഫ് ടേബിൾ എപ്പോഴും മെട്രിക്സ് ഫോമിലാണ് തരുന്നത്. ഇറ്റ് ലിസ്റ്റ് ദ ആക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. സോ ഈ മെട്രിക്സ് ഫോമിൽ ആക്ട്സും ഇവൻറ്റ്സ് ആണ് തരുക. സോ എപ്പോഴും ടോപ്പിൽ ആക്ട്സ് ആയിരിക്കും. ആക്ട്സ് മീൻസ് ഓൾട്ടർനേറ്റീവ്സ്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആണ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ മീൻസ് ഇവൻറ്റ്സ്. സോ ഒരു ഡിസിഷൻ മേക്കറിൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവിൽ ഏത് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം, അതാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി ഈ മെട്രിക്സ് ടേബിളിലെ ഔട്ട്കംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ A1 ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ S1 ഇവൻ്റ് ആണ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഔട്ട്കം വരെ 2 rupees അല്ലെങ്കിൽ 2 ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് ടേബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് 2 rupees പ്രോഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ഓരോ സിറ്റുവേഷനിലും വരുന്ന ഔട്ട്കം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A2 ഓൾട്ടർനേറ്റീവ് ആൻഡ് S2 ആണ് ഇവൻ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ 5 ആണ് വരിക. ഇവിടെ മൈനസ് തന്നിട്ടുണ്ട്, ഇത് ലോസ് ആണ്. സോ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദെൻ ഇവൻറ്റ് S3 ആണെങ്കിൽ ഔട്ട്കം -2 ആയിട്ടാണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആക്ട്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ്സ്, ആക്ട്സ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ട് തരാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആക്ട്സ് തരാം, സ്റ്റേറ്റ് ഓഫ് നേച്ചർ ടോപ്പിൽ തരാം. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇതേപോലെ തന്നെ ആക്ട്സ് എപ്പോഴും ടോപ്പിൽ വരണം, സ്റ്റേറ്റ് ഓഫ് നേച്ചർ നമുക്ക് എപ്പോഴും സൈഡിൽ വേണം വരാനായിട്ട്. സോ നെക്സ്റ്റ് നമുക്ക് റിഗ്രറ്റ് ടേബിൾ എന്താണെന്ന് നോക്കാം. റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ലോസ് ടേബിൾ ഓർ ഗിവ് അപ്പ് ടേബിളാണ്. ഗിവ് അപ്പ് ടേബിളാണ്. സോ എങ്ങനെയാണ് ഒരു റിഗ്രറ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ റിഗ്രറ്റ് ടേബിൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പേ ഓഫ് കിട്ടുന്നത് 10 ആണ്. സോ നമ്മൾ A1 ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് ലോസ് ഉണ്ടാവുന്നത്, ഇതാണ് റിഗ്രറ്റ് ടേബിൾ കാണിക്കുന്നത്. സോ റിഗ്രറ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് റോ വൈസ് ആണ് നമ്മൾ കൺസേൺ ചെയ്യണത്. റോ വൈസിൽ മാക്സിമം പേ ഓഫ് 10 ആണ്. ഇതിന് പകരം A1 സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ലോസ് ആണ് റിഗ്രറ്റ് ടേബിളിൽ കാണിക്കുന്നത്. സോ മാക്സിമം വാല്യൂ 10, 10 - 2. റിഗ്രറ്റ് ടേബിളിൽ 8 ആണ് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നമ്മൾ A2 ഓൾട്ടർനേറ്റീവ് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം A3യിൽ നമുക്ക് 10 കിട്ടുന്നുണ്ട്, എന്നാൽ A2 3 ആണ്. സോ ലോസ് 10 - 3 ദാറ്റ് ഈസ് 7. A3 ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ദർ ഈസ് നോ ലോസ്, നമുക്ക് ലോസ് ഒന്നുമില്ല, ഓപ്പർച്യൂണിറ്റി ലോസ് അവിടെ ഇല്ല. സോ ഇവിടെ 0 ആണ് വരുന്നത്. സെക്കൻഡ് S2 കൺസേൺ ചെയ്യുമ്പോൾ S2ൽ A1 ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണത് എങ്കിൽ നമുക്ക് ലോസ് ആണ് 15 ആണ് നമുക്ക് ലോസ് വരുന്നത്, 15 - 0. A2 ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ് വരുന്നത് 15 - 5 10 ആണ് വരുന്നത്. ആൻഡ് A3 ആണെങ്കിൽ ദർ ഈസ് നോ ലോസ്, സോ 0. ആൻഡ് S3 കൺസേൺ ചെയ്യുമ്പോൾ S3യിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് A3 ഓൾട്ടർനേറ്റീവ് ആണ്. സോ A1 ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ലോസ് 20 - -2 ദാറ്റ് ഈസ് 22 ആണ് നമുക്ക് ലോസ് വരുന്നത്. ആൻഡ് A2 സെലക്ട് ചെയ്യുകയാണെങ്കിൽ 20 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ് വരുന്നത്. ആൻഡ് A3 ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ലോസ് ഒന്നും നമുക്ക് ഇല്ല, സോ 0. ഇതാണ് ഒരു റിഗ്രറ്റ് ടേബിൾ ഓർ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളായിട്ട് വരുന്നത്. ടേബിളിന് എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ നമ്മൾ ഫോം ചെയ്യണത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പേ ഓഫ് ടേബിൾ ആൻഡ് റിഗ്രറ്റ് ടേബിൾ. സോ ഇത്രയേ ഉള്ളൂ. റോ വൈസിലെ ഹയസ്റ്റ് എടുക്കുക, ഹയസ്റ്റ് ബാക്കി എല്ലാത്തിനും ലെസ് ചെയ്യുക. ഓരോ റോയിലെയും ഹയസ്റ്റ് എടുക്കുക, ആ ഹയസ്റ്റ് ബാക്കിയുള്ള എല്ലാ പേ ഓഫിന്നും ലെസ് ചെയ്യുക. ഹയസ്റ്റ് എടുക്കുക, ബാക്കിയുള്ള എല്ലാ പേ ഓഫിന്നും ലെസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഒരു റിഗ്രറ്റ് ടേബിളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Given below is a payoff table
From it form a regret table, that is opportunity loss table. സോ തന്നിരിക്കുന്ന ഞങ്ങൾക്ക് പേ ഓഫ് ടേബിളാണ്. ഇതെന്ന് റിഗ്രറ്റ് ടേബിൾ ഫോം ചെയ്യും. സോ ടോപ്പിൽ ആക്സ് തന്നെയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹയസ്റ്റ് റോ വൈസ് ആണ്, ഹയസ്റ്റ് ആണ് കൺസേൺ ചെയ്യുന്നത്. സോ ഹയസ്റ്റ് 156 ആണ് ഈ റോയിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത്. ഹയസ്റ്റ് വാല്യൂ, സോ 156 minus 156 that is equal to 0. 156 minus 153 is equal to 3. 156 minus 150 that is equal to 6. Then second row കൺസേൺ ചെയ്തപ്പോൾ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 158 ആണ്. സോ 158 ബാക്കി എല്ലാത്തിനും പ്ലസ് ചെയ്യുക. സോ 158 minus 156 that is equal to 2. 158 minus 158 that is equal to 0. 158 minus 155 that is equal to 3. And last row കൺസേൺ ചെയ്യുമ്പോൾ ലാസ്റ്റ് റോയിൽ ഈ 3 സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ 156, 158 and 160 is there. So 160 minus 156 that is equal to 4. Then 160 minus 158 that is equal to 2. Last one 160 minus 160 that is equal to 0. So ഈ പേ ഓഫ് ടേബിളിൻ്റെ റിഗ്രറ്റ് ടേബിൾ ഇങ്ങനെയായിരിക്കും. 0 0 0 3 3 6 6. Then 2 0 3. Okay, 4 2 0. സോ ഇങ്ങനെയാണ് ഒരു റിഗ്രറ്റ് ടേബിൾ നമ്മൾ ഫോം ചെയ്യുന്നത്. സോ ഇതൊക്കെ ഞങ്ങൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് നോട്ടിലേക്ക് എടുത്ത് എഴുതുക, അതേപോലെ തന്നെ തിയറി നോട്ടിലേക്ക് എടുത്ത് എഴുതുക.